കപ്പലണ്ടി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കപ്പലണ്ടി എന്ന് മാത്രമല്ല, എല്ലാ എണ്ണക്കുരുക്കളും വാഹന ഇന്ധന ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് 1893 സർ റുഡോൾഫ് ഡീസലാണ്. അദ്ദേഹമാണ് ഡീസൽ എഞ്ചിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പീനട്ട് ഓയിൽ ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത്. അതിനെ തുടർന്ന് നടന്ന നിരവധി ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് എല്ലാത്തരം എണ്ണക്കുരുക്കളും വാഹന ഇന്ധന ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവ ബയോഡീസൽ എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. ബയോഡീസൽ മാത്രമല്ല, എത്തനോള്, ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചുണ്ടാക്കുന്ന ബയോഗ്യാസ്, ഇവയെല്ലാം തന്നെ ഇന്ധനമായി ഉപയോഗിക്കാമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം ഇന്ധനങ്ങളെല്ലാം ബയോഫ്യൂവൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ സർ റുഡോൾഫ് ഡീസലിൻ്റെ ഇൻവെൻഷൻ്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായി, അതായത് വേൾഡ് ബയോഫ്യൂവൽ ഡേ ആയി ആചരിക്കപ്പെടുന്നത്. ബയോഫ്യൂവലുകളുടെ ആവശ്യകത അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ പ്രാധാന്യം അനുദിനം കൂടി വരികയാണ്. കാരണം പ്രകൃതിദത്ത ഇന്ധനങ്ങളെല്ലാം തന്നെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രകൃതിദത്ത ഇന്ധനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളാകാം, കൽക്കരിയാകാം, അല്ലെങ്കിൽ പ്രകൃതിവാതകമാകാം. ഇതൊന്നും പുതുതായിട്ട് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നിലവിലുള്ളവയെ ഖനനം ചെയ്ത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരികയാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രകൃതിദത്ത ഇന്ധനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതിന് പകരമായി ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് ലോകത്താകമാനം കണ്ടുവരുന്ന ഒരു മുന്നേറ്റമാണ്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. പ്രകൃതിദത്ത ഇന്ധനങ്ങളായ പെട്രോളും അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൽക്കരിയും ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞാൽ ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് അന്തരീക്ഷത്തിലേക്ക് വിവിധ തരത്തിലുള്ള വിഷവാതകങ്ങൾ വ്യാപിക്കുന്നതാണ്. അത് പരിസ്ഥിതി മലിനീകരണത്തിനും ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതിനും അതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇടയാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീവ്രത ലഘൂകരിക്കണമെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് അനുയോജ്യമായ ഇന്ധനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് ജൈവ ഇന്ധനങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജൈവ ഇന്ധനങ്ങൾ പ്രധാനമായും 3 കാറ്റഗറിയിലാണ് പെടുന്നത്. അത് എത്തനോള്, ജൈവ ഡീസൽ, ബയോഗ്യാസ് എന്നിവയാണ് 3 പ്രധാനപ്പെട്ട ജൈവ ഇന്ധനങ്ങൾ. എത്തനോൾ ഉൽപ്പാദനത്തിനും ബയോഡീസൽ ഉൽപ്പാദനത്തിനും താരതമ്യേന ചെലവ് കൂടുതലാണ്. എന്നാൽ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും ഉൽപ്പാദിപ്പിക്കാവുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. കാരണം നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ കാര്യക്ഷമമായി സംസ്കരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനും ജൈവ ഇന്ധനം ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ജൈവ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനം, അത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ തോന്നാറുള്ളൊരു കാര്യമാണ് ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന്. പക്ഷേ ജൈവ ഇന്ധനങ്ങളിൽ ഏറ്റവും ജനകീയമായിട്ടുള്ളത് ബയോഗ്യാസാണ്. ബയോഗ്യാസിൻ്റെ പേര് തന്നെ ജൈവവാതകമെന്നാണ്. അതായത് ജൈവ വസ്തുക്കൾ അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ സംസ്കരിച്ച് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന വാതകമാണ് ബയോഗ്യാസ്. അത് ഏറ്റവും പ്രകൃതിദത്തമായ ഒരു ഇന്ധനമാണ്. ഇന്ധനമെന്ന് പറയുമ്പോൾ നമുക്ക് പാചകം, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കൽ, വൈദ്യുതി ഉൽപ്പാദനം, വാഹന ഇന്ധനമായും പ്രകൃതി വാതകത്തിന് പകരമായിട്ട് ബയോഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും. ജൈവവാതകം എന്നുള്ള നിലയ്ക്ക് ബയോഗ്യാസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം നമ്മുടെ ചുറ്റും ഓരോ ദിവസവും ഉണ്ടാകുന്ന വേസ്റ്റിന് ഒരു കുറവും വരുന്നില്ല. ദിനം പ്രതി ഇങ്ങനെ വേസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്കരിക്കുന്നതിന് പല സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ തന്നെ ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിച്ച് അത് ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നത് തടയുന്നതിനും ബയോഗ്യാസ് ഉൽപ്പാദനത്തിനും സാധിക്കും. ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. അത് കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. അത്
ഏറ്റവും പ്രധാനമായിട്ട് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചുണ്ടാകുന്ന വിഷവാതകങ്ങൾ, പ്രത്യേകിച്ച് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ആഗോള താപ ഉയർച്ച കുറച്ചു കൊണ്ടുവരുവാൻ, അതിനെ ലഘൂകരിക്കാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും നിയന്ത്രിക്കപ്പെടും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുഭവങ്ങൾ ലോകത്താകമാനമുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അനുദിനം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പേമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം കാലാവസ്ഥയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിന് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമായൊരു പദ്ധതിയാണ് ജൈവ അവശിഷ്ടങ്ങളെ സംസ്കരിച്ച് ജൈവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. പ്രകൃതിദത്ത ഇന്ധനങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുന്നതിനും ജൈവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലൂടെ ജൈവവസ്തുക്കളിൽ നിന്നുള്ള മലിനീകരണം തടയുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ജൈവ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം പ്രകൃതിദത്ത ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കും. പെട്രോളിയം പോലെയുള്ള പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കും. അത് നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടമെന്ന് പറഞ്ഞാൽ ഈ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതിൻ്റെ അളവും കുറയും. അപ്പോൾ ഒരേ സമയം ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുമ്പോൾ വരുന്ന മലിനീകരണം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ജൈവ അവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണം, അതായത് പൊതു ഡംപിങ് യാർഡുകളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണവും നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് ജൈവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ അഥവാ ഫോസിൽ ഫ്യൂവൽസ്, അതിൻ്റെ ലഭ്യത അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ലഭ്യത കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, ഫോസിൽ ഫ്യൂവൽസ് ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു. അത് രണ്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്ന ലക്ഷ്യവുമായി ഓരോ ലോകരാഷ്ട്രങ്ങളും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈ ഉദ്യമത്തിൽ എങ്ങനെ പങ്കാളിയാകാമെന്ന് നോക്കിയാൽ, ലോകം ആഗസ്റ്റ് 10 വേൾഡ് ബയോഫ്യൂവൽ ഡേ ആയി ആചരിക്കുകയും അതിലൂടെ സർ റുഡോൾഫ് ഡീസലിൻ്റെ ഇൻവെൻഷൻ സ്മരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജൈവ ഇന്ധന ഉൽപ്പാദനത്തിന് ഓരോ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ച് ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായി മാറുന്നതിനും അതിലൂടെ ജൈവ ഇന്ധനങ്ങളുടെ ലഭ്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം വലിയൊരളവ് വരെ നിയന്ത്രിക്കുന്നതിനും സാധിക്കും. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സ്വകാര്യ സംരംഭങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.